ഇന്ന് നമുക്ക് ഡിഷ് വാഷറിനകത്ത് പാത്രങ്ങളൊക്കെ എങ്ങനെ ലോഡ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പം ഒത്തിരിയും പാത്രങ്ങളുണ്ട് എനിക്ക് കഴുകാൻ വേണ്ടി. ഇതെല്ലാം നമുക്ക് ഡിഷ് വാഷറിലേക്ക് ലോഡ് ചെയ്യണം. അപ്പം നമുക്കിതെല്ലാം ലോഡ് ചെയ്യാം. അങ്ങനെ ഞാൻ പ്ലേറ്റ്സ് എല്ലാം താഴത്തെ റാക്കിൽ ലോഡ് ചെയ്തു. പിന്നെ നടുക്കത്തെ റാക്കിലാണെങ്കിൽ ഗ്ലാസ്സസും ബൗൾസും എല്ലാം ലോഡ് ചെയ്തു. പിന്നെ മേളത്തെ റാക്കിലാണെങ്കിൽ കട്ട്ലറീസ് എല്ലാം ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഒരു പൗഡറുണ്ട്. അത് ഈ ഒരു ഏരിയയിലാണ് ഇടേണ്ടത്. പിന്നെ ഈ ഒരു സെക്കൻഡ് ഒരു ഇതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ റിൻസ് ഒഴിക്കാൻ വേണ്ടി, നമ്മുടെ പാത്രങ്ങളിലൊക്കെ ഷൈൻ കിട്ടാൻ വേണ്ടി റിൻസ് ഒഴിക്കും. ഇത് നമ്മുടെ പൗഡറാണ്. ഇപ്പോൾ ഈ പൗഡർ ഇങ്ങനെ ആ ഒരു ഹോളിലേക്ക് ഇട്ടിട്ട് അതൊരു നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട്, ഇതാണ് മെയിൻ സ്വിച്ച്, ഇത് ഓൺ ആക്കണം. ഏത് ഫീച്ചറാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 1 hourൻ്റെ വെച്ചേക്കുന്നത്. അതോ ക്ലിക്ക് ചെയ്തിട്ട് ഇനി ഈ ഒരു ബട്ടണിലേക്ക് നമുക്ക് പ്രസ് ചെയ്യാം. അങ്ങനെ 55 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഡിഷ് വാഷർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ തൊട്ട് നല്ല ചൂടാണ്. നല്ല സ്റ്റെറിലൈസ്ഡ് ആയിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. നല്ല ഓരോ ഇതിനും എടുക്കുമ്പോൾ നല്ല ഷൈൻ ഉണ്ട്. പാത്രങ്ങളിലെല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ലോവർ റാക്ക്. ഇതിനകത്ത് പാത്രമെല്ലാം നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസും അതുമൊക്കെ വെച്ച റാക്കിനകത്തും പാത്രങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പാത്രങ്ങൾ തൊട്ടാൽ നല്ല ചൂടാണ്. അപ്പം നമുക്കിപ്പം പാത്രം എടുക്കാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇച്ചിരി ഓപ്പൺ ആക്കി വെച്ചാൽ പെട്ടെന്ന് തണുക്കും. അങ്ങനെ നമ്മുടെ പാത്രങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് 1 hour കൊണ്ട് ഇത്രയും പാത്രങ്ങളെല്ലാം നമുക്ക് നല്ലതായിട്ട് കഴിയും. എൻ്റെ ഏറ്റവും ഇതെന്ന് വെച്ചാൽ കട്ട്ലറീസ് നമുക്ക് പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് കഴുകി കിട്ടും. പിന്നെ ചെറിയ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാൻ ഒത്തിരി സമയം എടുക്കത്തില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴുകിയെടുക്കാൻ പറ്റും.